ഷീല നടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഷീല, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? എനിക്കിത് കേട്ടപ്പോ വിശ്വസിക്കാനൊക്കത്തില്ലായിരുന്നു. ഇത്രയും വലിയൊരു കാര്യം, ഇങ്ങനെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ജനപ്രിയ നടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനൊക്കുന്നില്ല. ഇത് ഭയങ്കരമായിട്ടൊരു തെറ്റായിപ്പോയി. വാസ്തവത്തിൽ അന്ന് അമ്മ മീറ്റിംഗിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു അറിയാൻ വന്നില്ല മീറ്റിങ്ങിന്. അന്ന് തന്നെ ഇവരെല്ലാരും കൂടി പോയി DSP ഓഫീസിലോ അല്ലെങ്കിൽ വന്ന് മുഖ്യമന്ത്രിയോ ഇത്രയും പേരും കൂടി അവിടെ പോയി ഇരുന്നിട്ട് ഈ നടിക്ക് നേർന്ന ഈ ഒരു കാര്യത്തിന് ഇതിനൊന്ന് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് എല്ലാരും കൂടി ഒരു പെറ്റീഷനുമായിട്ട് അവിടെ പോണമായിരുന്നു. ഞാൻ മനസ്സിലാക്കി വിചാരിച്ചത് ഇവരിത് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. എന്നെ കൊണ്ട് ആ മീറ്റിങ്ങിന് വരാനൊക്കാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. സത്യത്തിൽ ചെയ്യേണ്ടത് അന്നായിരുന്നു. ആ നടിക്ക് വേണ്ടി ഇത്രയും ഈ അമ്മയിലുള്ള എല്ലാ അംഗങ്ങളും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകാമായിരുന്നു. എവിടെ നീതി കിട്ടുമോ ആ സ്ഥലത്ത് പോകണമായിരുന്നു, അവിടെ പോയി പറയണമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നു. വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഷോക്കാണ് ഇത് കേട്ടിട്ട്. അങ്ങനെ ഒരു ശ്രീമതി ഷീല, അതിലെ പ്രതി പിടിക്കപ്പെടണം, നമ്മുടെ കൂടെയുള്ള പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടല്ലോ, അതിൽ സങ്കടപ്പെടണം, ആ കാര്യത്തിൽ ഒരു ആത്മാർത്ഥയും അവർക്കില്ലായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന നടനൊരു മകളുണ്ട്. സത്യമായത് അതാണെങ്കിൽ അങ്ങേർക്കൊരു മകളുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ. ഇതൊക്കെ എന്തുകൊണ്ട് ഓർക്കുന്നില്ല ഇവര്? ഇത് സത്യമാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യില്ലല്ലോ. സത്യമൊന്നും ഇല്ലാതെ പോയി ദൈവം, അതായത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ദൈവം എന്നൊരാളുണ്ടെന്നുള്ളത് ദൈവം കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ കുട്ടിക്ക് വന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ആർക്കും ഒരു നടിയല്ല ഒരു പെണ്ണിനും വരാൻ പാടില്ല. ശ്രീമതി ഷീല, ഇവിടെ ഇപ്പോ ക്രിമിനൽ പശ്ചാത്തലം മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ അനുഭവ സമ്പത്തുള്ള ഒരു നടിയാണല്ലോ താങ്കൾ. ഇതിലിപ്പോൾ ഒരാൾ പിടിക്കപ്പെടുന്ന ഒരു താരം തന്നെ ഇങ്ങനെ ഒരു നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലൊക്കെ ഇത് പിടിക്കപ്പെട്ട ആദ്യത്തെ സംഭവം എന്ന നിലയ്ക്കാണോ താങ്കൾ കാണുന്നത്? അതോ ഇത്തരം ദുഷ്പ്രവണതകൾ പിടിക്കപ്പെടാത്തത് എമ്പാടും ചരിത്രത്തിലുണ്ട് സിനിമയുടെ എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എന്താന്ന് വെച്ചാൽ ആരും ഒരു നടനും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറുകളെ എതിർത്ത് ഒരു നടിയും പറയാനൊക്കില്ല. പിന്നെ ആ നടിയുടെ ജീവിതം കഴിഞ്ഞു, പിന്നെ അവർക്ക് ചാൻസ് ഇല്ല, പടങ്ങളുണ്ടാവില്ല. നടി എന്ന് പറഞ്ഞ ആയിപ്പോയി. പിന്നെ പടങ്ങളിൽ അഭിനയിക്കണ്ടേ? ചുമ്മാ എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ അഭിനയിച്ചുകൊണ്ടിരുന്നാ മതിയോ? പോരാ, അവർക്കും വന്ന് പിന്നെ ജീവിക്കണം. നടി എന്നുള്ള പേരായിപ്പോയി. അത് കാരണം എല്ലാരും അറിഞ്ഞോണ്ടോ അറിയാതെയോ എല്ലാവർക്കും മൗനമായിരുന്നു. എല്ലാരും അത് പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും ആ അമ്മ മീറ്റിംഗിൽ ഇവര് എല്ലാം ആ തലപ്പത്തുള്ള ആള് മുതൽ താഴെയുള്ള ആള് വരിക്കും അന്നത്തെ ദിവസം ആ മീറ്റിംഗ് അവിടെ നടത്താൻ പാടില്ലായിരുന്നു. നേരെ വന്ന് എല്ലാരും കൂടെ IG ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോയി അവര് പെറ്റീഷൻ കൊടുത്ത് ഇതിനെ കണ്ടുപിടിച്ച് പറ്റൂ എന്ന് പറയണമായിരുന്നു. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.